6 ഫാമിലി. സോ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. അപ്പോൾ ഈ ഒരു വെക്കേഷൻ ഒക്കെ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വേഗം തന്നെ കമൻറ്റ് ചെയ്യുക. നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക, അടിപൊളിയായിട്ട് തന്നെ എൻജോയ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മുടെ യുവ ബാച്ചിൽ ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു സെപ്റ്റംബർ 5-നുള്ളിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 5% ഡിസ്കൗണ്ടിൽ നമ്മുടെ ബാച്ചിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പർ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക, വേഗം തന്നെ നമ്മുടെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇനി ഓണം എക്സാമേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനി നമുക്ക് നമ്മുടെ ക്രിസ്മസ് എക്സാമും ഉണ്ട്, ദെൻ നമ്മുടെ ഫൈനൽ എക്സാമും ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു എക്സാം നമുക്ക് അടിപൊളിയാക്കണം. നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേണിലൊക്കെ കുറേ മാറ്റങ്ങൾ വന്നതൊക്കെ എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇനി വരുന്ന എക്സാം ഫുൾ കോൺഫിഡൻസിൽ അടിപൊളിയായിട്ട് എഴുതണമെങ്കിൽ നിങ്ങൾ വേഗം തന്നെ എന്ത് ചെയ്യുക, താല്പര്യമുള്ളവർ നമ്മുടെ യുവ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യുക. വേഗം ഈ ഒരു നമ്പർ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബാച്ചിൻ്റെ ഫീ എന്ന് പറയുന്നത് 1899 ആണ്. അപ്പോൾ ഇത് നമ്മുടെ ഓണം ഓഫറാണ്. സെപ്റ്റംബർ 5 വരെ ആയിരിക്കും ഈ ഒരു ഓഫർ ഉണ്ടായിരിക്കാം. ഓക്കെ, സോ ഇന്ന് എൻ്റെ കുട്ടികളെ മിസ് കാണാൻ വേണ്ടി വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഈ ഒരു വെക്കേഷൻ ടൈം നമുക്ക് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാനാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് അല്ലേ, കാലാവസ്ഥയൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. മഴ കിട്ടേണ്ട സമയത്ത് നമുക്ക് വെയിലാണ് കിട്ടുന്നത്, വെയിൽ കിട്ടേണ്ട സമയത്ത് മഴയാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ കാലാവസ്ഥയിലൊക്കെ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, മരങ്ങളൊക്കെ നമ്മളെല്ലാവരും വെട്ടി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ പുതിയ ജനറേഷനാണ്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വെക്കേഷനിൽ ഒരു 4-5 ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഒന്ന് നോക്കാം, ഒരൊറ്റ ചെടിയാണെങ്കിൽ, ഒരൊറ്റ ചെടി നിങ്ങൾ പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത് നശിച്ചു പോകാനൊക്കെ കുറേ ചാൻസ് ഉണ്ട്. ഇപ്പോഴാണെങ്കിൽ നല്ല മഴയൊക്കെ കിട്ടുന്ന ഒരു സമയം ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് പ്ലാന്റ്സ് ഒക്കെ ഗ്രോ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു 4-5 പ്ലാന്റ്സ് ഒക്കെ എന്ത് ചെയ്യുക, വളർത്തുക, എന്നിട്ട് അതിനെയൊക്കെ ഡെയിലി ഒന്ന് ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ വളരുന്നതിൻ്റെ കൂടെ തന്നെ ആ പ്ലാന്റും വളരും, പിന്നെ അത് കുറേ കാലം കഴിഞ്ഞാൽ വലിയൊരു മരമായിട്ട് മാറും. ഓക്കെ, അപ്പോൾ മരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു എൻവയോൺമെൻറ്റിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്ലാന്റിങ് ട്രീസ് എന്ന് പറയുന്ന കാര്യം. പിന്നെ രണ്ടാമതാണ്, ചില കുട്ടികളുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് പഠിക്കും, എന്നിട്ട് എക്സാം മുകളിലോട്ട് പോകുമ്പോൾ ഹാൻഡ് റൈറ്റിംഗ് മോശമായതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് എഴുതുന്നുണ്ടായിരിക്കും, എല്ലാതും കൃത്യമായിട്ട് ആൻസർ ചെയ്യും, പക്ഷെ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് മോശമാവുന്നത് കൊണ്ട് നിങ്ങൾക്ക് മാർക്ക് കുറയാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ഒരു ആൻസർ ഷീറ്റ് നോക്കുന്ന ടീച്ചേഴ്സിന് എന്താണ് നിങ്ങൾ എഴുതിയത് എന്ന് കൃത്യമായിട്ട് വായിക്കണമല്ലോ. അപ്പോൾ അതിന് നിങ്ങൾക്ക് നല്ല ഹാൻഡ് റൈറ്റിംഗ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ നിങ്ങൾക്കത് ചെയ്യാൻ വേണ്ടി പറ്റും. സോ എപ്പോഴും നിങ്ങളോട് ഇരുന്ന് പഠിക്കണം എന്നല്ല മിസ് പറയുന്നത്, ഡെയിലി ഒരു 20 മിനിറ്റ്സ് നിങ്ങൾ ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ കോപ്പി റൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതി തന്നെ പഠിക്കുക. പിന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എഴുതി പഠിക്കുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ നോട്ടീസ് ചെയ്യുക, സ്പേസ് വിട്ടിട്ട് എഴുതണം, പിന്നെ ഓരോ പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതി നോക്കുക. ആദ്യം സ്ലോ ആയിട്ട് എഴുതുക, ഫാസ്റ്റ് ആയിട്ട് ഒന്നും എഴുതണ്ട. ആദ്യം നിങ്ങൾ എന്ത് എഴുതുക, വളരെ സ്ലോ ആയിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യുക, പിന്നീട് അത് നിങ്ങൾക്ക് ഫാസ്റ്റ് ആവും. ഓക്കെ, സോ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാം. പിന്നെ അടുത്തതാണ് നിങ്ങൾക്ക് ക്രാഫ്റ്റ്. ഓക്കെ, അതായത് ഇപ്പോൾ പേപ്പേഴ്സും ക്ലേ ഒക്കെ ഉപയോഗിച്ച് പല രൂപങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയുകയാണെങ്കിൽ, അതിനൊരു പാഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഷെൽഫിലൊക്കെ വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ആൽബം പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലോട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളുടെ റീഡിങ്, അതായത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് നന്നായിട്ട് വായനാശീലം എന്ന് പറയുന്ന കാര്യം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്റ്റോറി ബുക്സും കാര്യങ്ങളും വായിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ന്യൂസ് പേപ്പർ ഡെയിലി വായിക്കാൻ വേണ്ടി ശീലിക്കുക, ഇതൊരു ഹോബി ആക്കി മാറ്റാം. അപ്പോൾ നിങ്ങൾ സ്കൂളൊക്കെ തുറക്കുന്ന സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾ ഈ ന്യൂസ് പേപ്പറൊക്കെ വായിക്കുന്നത് ഒരു ശീലമാക്കി മാറ്റിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ സ്കൂളിൽ എന്തായാലും ന്യൂസ് പേപ്പർ ഉണ്ടായിരിക്കും, അത് നിങ്ങൾക്ക് വായിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെയുള്ള ബുക്സും കാര്യങ്ങളൊക്കെ ലൈബ്രറിയിൽ നിന്ന് പോയി മേടിച്ചിട്ട് അത് വായിക്കാൻ നോക്കുക, അല്ലെങ്കിൽ കഥകളൊക്കെ കുഞ്ഞു കുഞ്ഞു ബാലരമയൊക്കെ ഇല്ലേ, അതൊക്കെ വായിച്ച് നിങ്ങളുടെ വായനാശീലം നിങ്ങൾക്ക് കൂട്ടാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ മാക്സിമം എൻജോയ് ചെയ്യുക. നമ്മൾ ഓണം എക്സാമിനൊക്കെ വേണ്ടിയിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും അത്രയും നന്നായിട്ട് തന്നെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ ലൈവ് ക്ലാസ്സും വീഡിയോസൊക്കെ നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി കുറച്ച് ദിവസമൊക്കെ നിങ്ങൾക്ക് റിലാക്സ്ഡ് ആവാം. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് മിസ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതായിരിക്കും. അതെന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് ഈ ഒരു അവധിക്കാലത്ത് എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ എല്ലാവരും അടിപൊളിയാക്കുക മക്കളെ, നമ്മുടെ ഈ ഒരു ഓണം ഫുൾ കളർഫുൾ ആക്കുക. പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ യുവ ബാച്ചിൻ്റെ കാര്യം മറക്കണ്ട. നമ്മുടെ സെപ്റ്റംബർ 5-ന് ഉള്ളിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 5% ഡിസ്കൗണ്ടിൽ നമ്മുടെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ സെറ്റാണ്. സോ താല്പര്യമുള്ളവരെല്ലാവരും വേഗം തന്നെ ജോയിൻ ചെയ്യുക. സോ വൺസ് അഗൈൻ അഡ്വാൻസ് ഹാപ്പി ഓണം.